ഒടുക്കിയില്ലെങ്കിൽ 50,000 രൂപ പിഴയൊടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് IT ആക്ട് അനുസരിച്ച് 5 വർഷത്തെ ശിക്ഷ കൂടിയുണ്ട്. പക്ഷേ എല്ലാ ശിക്ഷയും ചേർത്ത് ഈ 20 വർഷത്തെ ശിക്ഷ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക, അല്ലേ? അതെ, 10 വർഷം, 5 വർഷം, 3 വർഷം, 1 വർഷം, അങ്ങനെ വിവിധ വകുപ്പുകളിലായി വിവിധ ശിക്ഷകൾ കോടതി വിധിച്ചിട്ടുണ്ട്. അതെല്ലാം പക്ഷേ 20 വർഷം തടവ് എന്ന ഏറ്റവും വലിയ ശിക്ഷ, ഗാങ് റേപ്പ്, കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷയിൽ ഉൾപ്പെടുത്തി പോവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലോസ് സുരക്ഷിതമായി വെക്കണം, സേഫ് കസ്റ്റഡി എന്ന് കൂടി. ഒരു കാര്യം കൂടി, 5 വർഷം പ്രതികൾ തടവിലായിരുന്നു. അത് ശിക്ഷാ കാലാവധിയിൽ നിന്ന് കിഴിക്കും എന്ന് വെച്ചാൽ 15 വർഷം കൂടി മാത്രം ഇനി ഈ പ്രതികൾ പൾസർ സുനി അടക്കം ഇനി ജയിലിൽ കിടന്നാൽ മതി. വെറും 15 വർഷം കൊണ്ട്. അതായത് 2040 എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങി പോകാം. അതെ, 15 വർഷം തടവിൽ കിടന്നാൽ മതി. 5 വർഷം അവർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചത് പരിഗണിച്ചുകൊണ്ട് 20 വർഷത്തിനകത്ത് നിന്ന് ഈ 5 വർഷം കുറയ്ക്കുന്നു. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20 വർഷം കഠിന തടവ്. പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള 6 പ്രതികൾക്കും കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷയിലേക്ക് പൾസർ സുനിക്ക് പോലും പോയിട്ടില്ല. എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ വിധിക്കുന്ന ഈ വിധി പ്രസ്താവത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, ജിമ്മി ജെയിംസ്? ഈ കാര്യത്തിൽ കോടതി എടുത്ത ഒരു നിലപാട് 20 വർഷം കഠിന തടവ് എന്നുള്ളത് കൂട്ടബലാത്സംഗത്തിന് ഉള്ള ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ആ ചെറിയ ശിക്ഷ കോടതി എന്തുകൊണ്ട് കൊടുത്തു അതിന് കോടതി പറഞ്ഞ 2 കാരണമാണ്. ഒന്ന്, ഈ കാര്യത്തിൽ പ്രതികൾക്ക് 40 വയസ്സിന് താഴെയാണ് പ്രായം. അവരുടെ പ്രായം പരിഗണിക്കുന്നു. ഇതിനു മുമ്പ് പൾസർ സുനി ഒഴികെ ഒരാളും മറ്റൊരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പൾസർ സുനി ജയിലിൽ കിടന്നത്, ജിമ്മി ജെയിംസ്, നമുക്ക് അതിന്റെ പീരീഡ് ഓഫ് ഇംപ്രിസൺമെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനകം തന്നെ കിടന്നിരിക്കുന്നത് പൾസർ സുനി 7 വർഷവും 6 മാസവും 29 ദിവസവുമാണ്. അപ്പോൾ 7.5 വർഷം ഇപ്പോൾ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മാർട്ടിൻ ആന്റണി 5 വർഷവും 21 ദിവസവും, മണികണ്ഠൻ ബി 4 വർഷവും 8 മാസവും 27 ദിവസവും, വിജേഷ് VP 5 വർഷവും 1 മാസവും 15 ദിവസവും, വടിവാൾ സലീം 1 വർഷവും 11 മാസവും 12 ദിവസവും, പ്രദീപ് 3 വർഷവും 3 മാസവും 28 ദിവസവും. അപ്പോൾ പൾസർ സുനിക്ക് 2040 ആകേണ്ട, അതിന് മുൻപ് തന്നെ പുറത്തിറങ്ങാം. അതല്ലേ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ശ്യാം ദേവരാജ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 376 കൂട്ടബലാത്സംഗ കുറ്റത്തിന് 6 പ്രതികൾക്ക് നൽകിയത് 20 വർഷം തടവ് ശിക്ഷയാണ്. ഇതിന് സമാനമായ ശിക്ഷ 20 വർഷം ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ഈ പ്രതികൾ അനുഭവിക്കണം. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഇതിൽ 50,000 രൂപ 376 വകുപ്പ് അനുസരിച്ച് 50,000 രൂപ പിഴ കൂടി നൽകണം. 342 വകുപ്പ് അനുസരിച്ച് അന്യായമായി തടങ്കലിൽ വെച്ചതിന് 1 വർഷമാണ് ശിക്ഷ നൽകിയിരിക്കുന്നത്. 376 വകുപ്പിലെ ശിക്ഷ, അതായത് കൂട്ടബലാത്സംഗത്തിന് ശിക്ഷിച്ചതിനാൽ 354 വകുപ്പിലെയും 354D വകുപ്പിലെ, അതായത് സ്ത്രീകൾക്കെതിരായ അതിക്രമം, സ്ത്രീകൾക്കെതിരായ ബലപ്രയോഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പ്രത്യേകമായി ശിക്ഷയില്ല. ആ ശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല 357 വകുപ്പനുസരിച്ച് 1 വർഷമാണ് ശിക്ഷ. 366 വകുപ്പനുസരിച്ച് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവും 25,000 രൂപ പിഴയുമാണ്. IT ആക്ടിലെ 66 ഈ വകുപ്പനുസരിച്ച് സ്വകാര്യത ലംഘിച്ചതിന്, അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയതിന് പൾസർ സുനി 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നതാണ് ഈ വിചാരണ കോടതിയുടെ വിധി. ഇവർക്ക് ഈ പരമാവധി ശിക്ഷ നൽകാതിരിക്കുന്നതിനുള്ള കാരണം പ്രതികൾക്ക് 40 വയസ്സിൽ താഴെയാണ് ശിക്ഷാ കാലയളവ്, അല്ലെങ്കിൽ പ്രായം. പ്രതികൾക്ക് 40 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. ആ കാരണം പരിഗണിച്ചാണ് വിചാരണ കോടതി പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ. പൾസർ സുനി ആദ്യം ജയിൽ മോചിതനാകും. 2037 ജൂൺ മാസത്തിൽ പൾസർ സുനിക്ക് ജയിൽ മോചിതനാകാം. 12.5 വർഷം മാത്രമാണ് ഇനി പൾസർ സുനിക്ക് ജയിലിൽ കഴിയേണ്ടി വരിക. കാരണം ഇതിനകം തന്നെ 7.5 വർഷം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പൾസർ സുനി.